കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾക്കായി വെള്ളിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിക്ക് വന്നത് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും. മൂന്നുപേരും ഒരേ വിമാനത്തിൽ തന്നെയാണ്. വൈകിട്ട് 7 മണിക്കുണ്ടായിരുന്ന എയർ ഇന്ത്യ വിമാനമായിരുന്നു, അത് രാത്രി 9 മണിയിലേക്ക് മാറ്റി ഷെഡ്യൂൾ ചെയ്തിരുന്നു. ആ വിമാനത്തിലാണ് മൂന്നുപേരും ഡൽഹിയിലേക്ക് തിരിച്ചത്. ഹൈക്കമാൻഡിന്റെ അഭ്യർത്ഥന പ്രകാരം ഇന്ന് അവൈലബിൾ ആയിരിക്കണം, ശനിയാഴ്ച ദിവസം ഡൽഹിയിൽ അവൈലബിൾ ആയിരിക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു മൂന്നുപേരുടെയും യാത്ര. ഒരേ വിമാനത്തിൽ തന്നെ രണ്ടുപേർ, അതിൽ രണ്ടിൽ ആരാവും മുഖ്യമന്ത്രി എന്നുള്ള വലിയ ആകാംക്ഷയിൽ അല്ലെങ്കിൽ വലിയ ടെൻഷനിൽ ഒരേ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥ. ആദ്യം 8 മണിയോടുകൂടി തന്നെ ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. വിമാനത്താവളത്തിലെ VIP ലോഞ്ചിൽ ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും കാര്യമായി പരസ്പരം സംഭാഷണമൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടു, പരസ്പരം അഭിവാദ്യം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒപ്പമുള്ളവരുമായിട്ടായിരുന്നു സംഭാഷണം. പിന്നീട് അകത്തെ വിമാനത്തിലേക്ക് കയറുമ്പോഴും രണ്ടുപേരും അങ്ങനെ രണ്ടായിട്ടാണ് വിമാനത്തിലേക്ക് പോകുന്നത്. അങ്ങനെ കാണുന്ന മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അകൽച്ചയൊന്നും ഫീൽ ചെയ്യുന്നത് രീതിയിൽ പെരുമാറിയില്ല എങ്കിൽ പോലും പരസ്പരം എന്തെങ്കിലും ഈ വിഷയം സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുശലാന്വേഷണം നടത്തുകയോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഓപ്പോസിഷൻ ലീഡർ എന്ന നിലയ്ക്ക് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന് എക്സിക്യൂട്ടീവ് ക്ലാസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സീറ്റ്. അതിൻ്റെ തൊട്ടുപിറകിൽ തന്നെ എക്കണോമിക് ക്ലാസ്സിലെ സ്പെഷ്യൽ എക്കണോമിയിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ സീറ്റ്. എക്കണോമിക് ക്ലാസ്സിൽ അതിന് പിന്നിലായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ സീറ്റ്. വിമാനത്തിൽ കയറിയ ഉടൻ തന്നെ ഇവരെല്ലാവരും തന്നെ അല്പസമയത്തിൽ തന്നെ റേഞ്ച് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർ പരമാവധി ടെലിഫോൺ കോളുകളിലൊക്കെ ആയിരുന്നു. ഡൽഹിയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ടെലിഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും വേഗത്തിൽ സോഷ്യൽ മീഡിയയെ നോക്കുകയും ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ട ശേഷം സ്വാഭാവികമായും മറ്റ് നടപടികളിലേക്കൊക്കെ കടന്നു. അടുത്തിരുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുകയും പുസ്തക വായനയിലും ഒക്കെ നീങ്ങുകയും അതോടൊപ്പം തന്നെ ഫോണിലൊക്കെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഓരോരുത്തരായി അവരവരുടെ സ്വകാര്യ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആണെങ്കിൽ പുസ്തക വായനയിലേക്ക്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബിൽഡിംഗ് ബ്ലിങ്കിറ്റ് ആൻഡ് എവോൾവിംഗ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമായിരുന്നു. അത് ഈ അൽബീന്ദർ സിംഗ് ദിൻഷ എന്ന് പറയുന്ന ബ്ലിങ്കിറ്റിൻ്റെ സഹസ്ഥാപകൻ എഴുതിയ ഒരു പുസ്തകം കൂടിയാണ്. ആ പുസ്തകമാണ് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നത്. കയറി എനിക്ക് തോന്നുന്നു ഇറങ്ങുന്നവരെയും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഉറക്കത്തിലേക്ക് പോകാതെ പൂർണ്ണമായും പുസ്തക വായനയിൽ തന്നെ നിൽക്കുകയായിരുന്നു. മറ്റ് രണ്ട് നേതാക്കളുമൊക്കെ അതിനുശേഷം രാത്രി 9 മണിക്കാണ് കയറുന്നത്. മലപ്പുറം ഡൽഹിയിൽ എത്തുന്നത് 12:30 മണിക്കാണ്. ഇതിനിടയിലുള്ള ചെറിയ സമയം ഉറക്കത്തിന് വേണ്ടിയൊക്കെ വിനിയോഗിക്കുന്നു. ഡൽഹിയിൽ എത്തിച്ചേരേണ്ടത് അത് T2-ലായിരുന്നു എത്തേണ്ടത്. അതിന് ടെർമിനൽ 3-ലാണ് അത് ഇറങ്ങിയത്. ടെർമിനൽ 3-ൽ ഇറങ്ങിയ ശേഷം പിന്നീട് ബസ്സിൽ, അത് ഏകദേശം ഒരു 2-2.5 കിലോമീറ്ററിലേറെ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് വിമാനത്താവളത്തിനുള്ളിൽ കൂടി തന്നെ. ആ ബസ്സിൽ സഞ്ചരിച്ചിട്ടാണ് അവർ, ഒരേ ബസ്സിൽ തന്നെയാണ് ഈ രണ്ട് നേതാക്കൾ. സണ്ണി ജോസഫ് സ്വാഭാവികമായും പുറയിലായിരുന്നതുകൊണ്ട് ആ ബസ്സിലായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഒരേ ബസ്സിൽ തന്നെയായിരുന്നു യാത്ര ചെയ്തത്. ഇവർ രണ്ടുപേരും ബസ്സിലുള്ള മറ്റു ആളുകളുമായിട്ടൊക്കെ സംസാരിച്ച് യാത്ര ചെയ്യുന്നു. അപ്പോഴും ആ രണ്ടുപേരും കണ്ട് ചിരിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റ് സംഭാഷണങ്ങളൊന്നും കാര്യമായി ഉണ്ടായില്ല. അതിനുശേഷം നമ്മൾ ഈ രണ്ടുപേരുടെയും വീഡിയോ എടുക്കുന്ന സമയത്താണ്, പുറത്ത് ഇറങ്ങി വന്ന് അവർ വിമാനത്താവളത്തിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണ് രണ്ടുപേരും പിന്നീട് പരസ്പരം ആ തരത്തിലൊരു സംഭാഷണത്തിലേക്ക് വരുന്നത്. പുറമേക്ക് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇവർ ഏതെങ്കിലും അകൽച്ചയൊന്നും അവർ ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും രണ്ടുപേരുടെ ഉള്ളിൽ മുഖ്യമന്ത്രി ആവാൻ ഇത്തവണ കഴിയുമോ, കഴിയില്ലെങ്കിൽ എന്താവും എൻ്റെ അവസ്ഥ, സ്വാഭാവികമാണ്. നേതാക്കളുടെ ഉള്ളിൽ ആരുടെ മനസ്സിലായാലും അങ്ങനെ ഒരു കടുത്ത ആശങ്കയും സമ്മർദ്ദമൊക്കെ ഉണ്ട്. അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളോട് സംഭാഷണം എന്നൊക്കെ നടത്തുമ്പോഴും എല്ലാം അവർ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷേ എങ്കിലും അവരുടെ മുഖത്ത് നിന്ന് അത് പരോക്ഷമായി നമുക്ക് വായിച്ചെടുക്കാൻ ഒക്കെ കഴിയുമായിരുന്നു. നേരെ അവിടെ നിന്ന് നേരെ വി.ഡി. സതീശൻ കേരള ഹൗസിലേക്കാണ് വന്നത്. കേരള ഹൗസിൽ അദ്ദേഹത്തിന് വേണ്ടി സ്വീകരണം ഒരുക്കി KSUവിൻ്റെയും MSFൻ്റെയും ഒക്കെ പ്രവർത്തകർ രാത്രി ഇവിടെ കാത്തു നിന്നിരുന്നു. രമേശ് ചെന്നിത്തല പക്ഷേ നേരെ കേരള ഹൗസിലേക്കല്ല, അദ്ദേഹം ഹാബിറ്റാറ്റ് സെൻ്ററിലേക്കാണ് പോയത്. അവിടെയാണ് അദ്ദേഹം നേരത്തെ കേരള ഹൗസിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം എന്തായാലും അങ്ങനെ അവിടേക്കാണ് രാത്രി അദ്ദേഹം ഉറങ്ങിയത്. അതായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിമാനയാത്രയിൽ ഇടയിൽ പോലും ഒരു കാലത്ത് ഇവർ രണ്ടുപേരും വലിയ സുഹൃത്തുക്കളായിരുന്നു എന്നത് ആലോചിക്കണം. ആ സൗഹൃദത്തിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം തട്ടി എന്ന് പുറമേ കാര്യം കാണിക്കുന്നില്ല എങ്കിൽ പോലും ആ സൗഹൃദത്തിലൊക്കെ ആഴത്തിൽ കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ എന്ന് പറയാം. രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിൽ വി.ഡി. സതീശൻ്റെ കൂടി നേതാവായിരുന്നു. മുൻ പ്രതിപക്ഷ നേതാവായ ശേഷം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അതിനുശേഷമൊക്കെ ഇവർ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ പുറമേക്ക് അങ്ങനെ കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലെങ്കിലും അകമേക്ക് അത്തരത്തിലേക്കുള്ള ചില അകൽച്ചകളൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ട് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ്. അതെല്ലാം കൂടി തെളിയിക്കുന്ന ഇത് തന്നെയായിരുന്നു ഇരുവരുടെയും വിമാന യാത്ര എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.